100% തൃപ്തനാണല്ലോ. നമ്മളൊരു പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് മുറിവേൽക്കുക, പാർട്ടിക്ക് പോറലേൽപ്പിക്കാൻ എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ തയ്യാറല്ല. പാർട്ടിയോടൊപ്പം പാർട്ടിക്കൊപ്പം പിന്നിലായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ മുദ്രാവാക്യങ്ങളൊക്കെ മാഷേട്ടൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഏത് സമയത്തും ഏത് വേളയിലും ഏത് ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോഴും ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ എൻ്റെ മനസ്സിൻ്റെ അകത്തു നിന്ന് എൻ്റെ മനസ്സിലെഴുതുന്ന മുദ്രാവാക്യങ്ങളാണ്. സ്വാഭാവികമായും പാർട്ടിക്ക് അനുസൃതമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വ്യൂ. ഞാനിവിടെ ചൂരൽമല ദുരന്ത സമയത്ത് റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്ന ഒരാളാണ്. അന്ന് വയനാട്ടിൽ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. എല്ലാ യുഎഫ്ഐ നിന്നാണെങ്കിലും യുവമോർച്ച നിന്നാണെങ്കിലും യൂത്ത് കോൺഗ്രസ് നിന്നാണെങ്കിലും യൂത്ത് ലീഗിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ജഷീറിനെ വളരെ സജീവമായിട്ട് ഞങ്ങളവിടെ കാണും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജഷീർ ചൂരൽമല ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അത്യധികമായി മനസ്സിലുണ്ടായിരുന്നു. ചൂരൽമല എന്ന് പറയുന്ന നാമം നമ്മുടെ ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ മറവി എന്ന പ്രതിഭാസത്തെ മറയ്ക്കുന്നത് വരെ ചൂരൽമല മനസ്സിനകത്ത്, നമ്മളെന്താ പറയുന്നത്, ഹൃദയഭൂമിയിൽ പോയി വന്നവരാണ് മഹേഷേട്ടൻ, മനസ്സിനകത്ത് ഉണ്ടാവും. ചൂരൽമല എന്നൊരു ആശയത്തിന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഒരു തവണ കൂടി മത്സരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ, പാർട്ടി നിയോഗിക്കപ്പെടുകയാണെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പലരോടും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ മേഖലയിൽ നിന്നുള്ള ആളുകൾ, ചൂരൽമലക്കാർ മത്സരിക്കാൻ വേണ്ടി എന്നോട്, എൻ്റെ പാർട്ടിയോട് പലരോടും പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ പറഞ്ഞ മാഷേട്ടനോട് പറയാൻ പറ്റുവാണെങ്കിൽ, ചൂരൽമല എന്ന് പറയുന്നൊരു നാമം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നൊരു നാമമാണ്. സ്വാഭാവികം തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് വിജയങ്ങൾ സമ്മാനിക്കും, UDF അനുകൂലമായി വിജയങ്ങൾ വരും, സാഹചര്യം അതാണ്. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വരുവാണെങ്കിൽ ചൂരൽമല കിട്ടുന്നതോടുകൂടി, സിറ്റിംഗ് സീറ്റാണ് CPM-ൻ്റെ, അത് തിരിച്ചു പിടിക്കുന്നതോടുകൂടി സർക്കാരിൻ്റെ എല്ലാ കൊള്ളത്തരങ്ങളും സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന, 6 മാസം കഴിഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആയുധമായിരുന്നു. ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് ലീഗുമായി വെച്ചു മാറുന്ന സാഹചര്യം ഉണ്ടായി. ഷിയാബുക്കയാണ്, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടു. അവിടെ നമ്മൾ വിജയിച്ചു വരും. എന്തായാലും ആ ആശയം ഷിയാബുക്കയിലൂടെ നമുക്ക് അനർത്ഥമാക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുകയാണ്.